ഹലോ എവരിവൺ, വെൽക്കം വൺസ് മോർ ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു പ്രീമിയം ഹാഷ് ബാക്ക് ആണ്. നമ്മുടെ ഇന്ത്യയിൽ ഹാഷ് ബാക്കുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ മാരുതി 800 തൊട്ട് മാരുതി സ്വിഫ്റ്റ് അങ്ങനെയുള്ള ഇഷ്ടംപോലെ ഹാഷ് ബാക്കുകൾ വന്നു പോയതിൻ്റെ കൂട്ടത്തിൽ ഒരു കമ്പനി അതിൻ്റെ ഒരു ഹാഷ് ബാക്കിനെ അതിൻ്റെ പ്രീമിയം സെഗ്മെന്റിൽ തന്നെ ഇറക്കുകയുണ്ടായി. ആ വണ്ടിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അതാണ് ഹ്യുണ്ടായിയുടെ i20. i20യുടെ മാഗ്ന വേരിയന്റ് ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ i20യെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങിയ സമയത്ത് തന്നെ ഇതൊരു പ്രീമിയം ഹാഷ് ബാക്ക് എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ ആദ്യം ഇറങ്ങിയ ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ ശരിക്കും ഇതിന് വലിയൊരു സ്വീകാര്യത ലഭിച്ചു. കാരണം വണ്ടിയുടെ ഓവറോൾ ഒരു ലുക്കും അതുപോലെ തന്നെ ഒരു അത്യാവശ്യം വലിയൊരു വീതിയുള്ള വണ്ടിയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനൊരു കാഴ്ചയിൽ തന്നെ ഒരു അട്രാക്ഷൻ ഫാക്ടർ അതിനുണ്ടായിരുന്നു. ഓർമ്മ ശരിയാണെങ്കിൽ 2011-12 കാലഘട്ടത്തിലാണ് ഫസ്റ്റ് ഹ്യുണ്ടായി i20യുടെ വേരിയന്റ് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു 10-16 വർഷമായിട്ടും ഈ വണ്ടി ഇപ്പോഴും ആൾക്കാർ ഭയങ്കര ഡിമാൻഡോടെ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് വണ്ടിയുടെ ക്വാളിറ്റി എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ലുക്സിലോട്ട് വരാം. ലുക്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ എല്ലാം ഷാർപ്പ് കട്ട് ഡിസൈൻസ് ആണ്. ഇതിൻ്റെ ലൈറ്റ്സ് തൊട്ട് എല്ലായിടത്തും ഷാർപ്നെസ് വാരി വെതറിയിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ ലൈറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഹാലജൻ ലൈറ്റ് ആണ് ഇവിടെ വരുന്നത്. ഇൻഡിക്കേറ്ററും ഹാലജൻ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എയർ ഡാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ലാഷ് കട്ട് ആയിട്ടുള്ള ഡിസൈൻ, അത് നമ്മൾ എനിക്കുന്ന i20 N-ലൈനും ഇത് സെയിം ഡിസൈനാണ് i20 N-ലൈനും വരുന്നത്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് ഇപ്പോൾ ഹ്യുണ്ടായി ഫോളോ ചെയ്യുന്ന ഒരു ഗ്രില്ലിൻ്റെ ഡിസൈനാണ്. അതുപോലെ തന്നെ അതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നമ്മുടെ അലൂമിനിയം ഫിനിഷ് എന്ന് തോന്നത്തക്ക രീതിയിൽ ഒരു ഫൈബർ പാർട്ടാണ് ഈ വരുന്നത്. അതാണ് ഫസ്റ്റ് ഇത് വരുമ്പോൾ തന്നെ നമുക്കൊരു ഐ ക്യാച്ചിങ് ആയിട്ട് തോന്നുന്നത്. ഈ ഒരു അലൂമിനിയം, ഒരു ബ്രഷ്ഡ് അലൂമിനിയം പാർട്ട് പോലെ തോന്നുന്ന ഈ ഒരു സ്കേർട്ട് നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. അതുപോലെ തന്നെ ഇവിടെ ഹ്യുണ്ടായിയുടെ ലോഗോ കാണാം. പിന്നെ ഈ കാണുന്ന ഒരു DRL-ആണ്. അതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു എയർ ഡാം കാണാം. പക്ഷേ എയർ ഡാം ഫംഗ്ഷനിലാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അപ്പുറത്തോട്ട് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഫംഗ്ഷണൽ ആയിട്ടുള്ള അത്രയും ഫീച്ചേഴ്സൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. പിന്നെ അതിനിടയ്ക്കായിട്ട് ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഏതാനും കുറച്ച് എലമെന്റ്സ് ഇവിടെ വരും. പക്ഷേ അകത്തോട്ടുള്ള എയർവെന്റ് അല്ല. എയർവെന്റ് ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ 2 സെക്ഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു ജസ്റ്റ് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സെക്ഷനാണ്. പിന്നെ സൈഡ് പ്രൊഫൈലിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം 3995 mm ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. വിഡ്ത്ത് വരുന്നത് 1775, പിന്നെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 1505 mm ആണ്. പിന്നെ എൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നത് 170 mm ആണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നോർമലി നല്ല ഹൈറ്റ് ഉണ്ട്. ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറേ പോട്ട്ഹോൾസും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ താണ്ടി വരികയുണ്ടായി. അപ്പം ഇതുവരെ അങ്ങനെയുള്ള അടിതട്ടുന്ന വിഷയം ഈവൻ ഓണർ ആണെങ്കിൽ പോലും പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഈ ഡോർ പ്രൊട്ടക്ഷൻ എല്ലാം ഇത് നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. പിന്നെ ഈ റെയിൻ ഗാർഡ് നമ്മൾ എക്സ്ട്രാ ചെയ്യിച്ചതാണ്. അതുപോലെ തന്നെ പിന്നെ വീലിലോട്ട് വരികയാണെങ്കിൽ 15 ഇഞ്ച് വീലാണ് ഇതിന് വരുന്നത്. പക്ഷേ ഇത് ശരിക്കും ഇതൊരു അലോയി ഡിസൈനുള്ള ഒരു നല്ലൊരു വീൽ ക്യാപ്പാണിത്. N-ലൈൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞപ്പോൾ അതിനകത്ത് കണ്ടായിരുന്നു ഈ വീൽ ക്യാപ്പിൻ്റെ ഓൾമോസ്റ്റ് ഡിസൈൻ അതിന് സ്റ്റീൽ കട്ടും ബ്ലാക്കും ആയിട്ട് ഇങ്ങനെ ഓൾമോസ്റ്റ് ഇത് സിമിലർ ആയിട്ടുള്ള ഡിസൈനാണ് വരുന്നത്. പക്ഷേ ഇവർ ആ ഡിസൈൻ വിടാതെ തന്നെ അകത്തൊരു സ്റ്റീൽ കട്ട് വീല് വെച്ചിട്ട് അതിൻ്റെ പുറമെ ഒരു അതുമായിട്ട് സമാനമായിട്ടൊരു വീൽ ക്യാപ്പും കൊടുത്തു. അതെന്തായാലും നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇതുപോലുള്ള ഏതാനും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഇപ്പോൾ പറഞ്ഞല്ലേ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഷാർഫിൻ ആൻറ്റിന കാണാം. പിന്നെ ഗ്ലാസ് ഒക്കെ നോർമലാണ്. ഡിഫോഗറോ കാര്യങ്ങളൊന്നുമില്ല, ബാക്ക് വൈപ്പറൊന്നുമില്ല. ഇതിപ്പോൾ മാഗ്നയുടെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ് വേരിയൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു സെക്ഷനും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇത് നോർമൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ i20യുടെ തനതായിട്ടുള്ള ഒരു ഒരു ഡിസൈൻ വരുന്ന ഒരു ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇവിടെ റിഫ്ലക്ടറും ഉണ്ട്. പിന്നെ ഈ ബാക്ക് ക്യാമറ നമ്മൾ എക്സ്ട്രാ ചെയ്യിച്ചതാണ്. അത് ഞാൻ അകത്ത് കയറുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അതിന് ഏകദേശം എനിക്ക് തോന്നുന്നു 15,000 എങ്ങാണ്ടായി. അതിൻ്റെ ഒരു സെറ്റോടെയാണ് മേടിച്ചത്. കാരണം ബ്ലൗപങ്ക്തിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റും ഉണ്ട്. അതിൻ്റെ കൂടെ ആണ് ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിന് ഇൻസ്റ്റാൾ ചെയ്തത്. എക്സ്ട്രാ ആയിരുന്നു അത്. പിന്നെ അതിൻ്റെ താഴെ വരികയാണെങ്കിൽ ഒരു ബ്രഷ്ഡ് അലുമിനിയം മോഡൽ ആ ഒരു പാറ്റേൺ വരുന്ന ഡിഫ്യൂസറും നമുക്കിതിന് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ ചെറിയ ചെറിയ ഡിസൈൻ എലമെന്റ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ചെറിയ ചെറിയ ഒരു ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബൂട്ട് സ്പേസ് നമുക്കൊന്ന് കാണാം.
ഏകദേശം 311 ലിറ്ററാണ് അതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു 2 സ്യൂട്ട് കേസ് എല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കും. അത്യാവശ്യം നല്ലൊരു സൈസ് ഉണ്ട് അതിന്. പിന്നെ ഇവിടെ 2 ഹാങ്ങേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ട്രേ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. തൽക്കാലം നമ്മൾ ട്രേ ഇപ്പോൾ വെച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാ സ്റ്റെപ്പിന് വീല് കാണാൻ സാധിക്കും. അപ്പോൾ അതും ഇപ്പോൾ പറഞ്ഞ പോലെ ഇതിന് നോർമലി സ്റ്റീൽ കട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റീൽ കട്ട് തന്നെയാണ് വീല് വരുന്നത്. ബൂട്ട് അടയ്ക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഹോൾഡറും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് വലിച്ചടയ്ക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് വണ്ടിയുടെ അകത്തോട്ട് കയറിയിട്ട് സംസാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സീറ്റിങ്ങിലോട്ട് വരാം. സീറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഇരിപ്പ് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ശരിക്കും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഈ പഴയ വീട്ടിലൊക്കെ കാണത്തില്ലേ, കോച്ചി എന്നൊക്കെ പറയത്തില്ലേ, ഇങ്ങനെ നീണ്ടിങ്ങനെ ഇരിക്കുന്ന കുഴിവുള്ള ഒരു കസേര, അതുപോലത്തെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് വളരെ ലോവറായിട്ടാണ് ഇതിൻ്റെ ലോവർ ബാക്ക് ഏരിയ ഭയങ്കര ലോവറായിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നല്ല ഹൈറ്റ് ഉണ്ട്. അത്യാവശ്യം ഇവിടെ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ തൈ സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്സും ഇതെല്ലാം കാര്യങ്ങളൊക്കെ നമുക്ക് മാനുവലാണ് വരുന്നത്. സ്ലാൻഡിങ് മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളോ അങ്ങനെയൊന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. പിന്നെ ഡോറിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോറ് നമുക്കിവിടെ കംപ്ലീറ്റ്ലി ഫൈബർ പാർട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഒരു ബോട്ടിൽ വെക്കാനുള്ള സ്ഥലം, ചെറിയ പേപ്പേഴ്സ് ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാൻഡിൽ, ഡോർ അടയ്ക്കാൻ പറ്റുന്ന ഒരു ഹാൻഡിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ORVMന്റെ ഒരു സെക്ഷൻ നമുക്കിവിടെ കാണാം. പിന്നെ ഇവിടെ വിൻഡോ കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ ഈ ഒരു ഹാൻഡിൽ വരുന്നത് അത്യാവശ്യം സംഭവം ക്വാളിറ്റി ഉണ്ട്, പക്ഷേ ക്രോമോ ഇതൊന്നുമല്ല, പ്യുവർ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഹാൻഡിലും നമുക്കിവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ കാര്യങ്ങളിലോട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡാഷ്ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നുന്ന ഒരു ഡാഷാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മീറ്റർ കൺസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. കണ്ടില്ല, ആ സ്വൈപ്പ് അപ്പ് ഒക്കെ നല്ല അട്രാക്റ്റീവ് ആണ്. ഇത് എനിക്ക് മനസ്സിലായിടത്തോളം ഇതേ ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ ഹ്യുണ്ടായി മിക്ക വണ്ടികളും ഫോളോ ചെയ്യുന്നത്. കാരണം എക്സ്റ്റർ ഞാൻ ഓടിച്ചിട്ടുണ്ട്, എക്സ്റ്ററിന്റെ ഏകദേശം ഇതേപോലെ തന്നെയായിരുന്നു. ഇത് പഴയ വെർണയിലും എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പുള്ള ഇപ്പോൾ ഉള്ള വേരിയന്റ് അല്ല, പഴയ വെർണയിലും ഏകദേശം ഇതേ ഒരു പാറ്റേൺ ഉള്ള ഒരു മീറ്റർ കൺസോൾ ആണ് വരുന്നത്. അത്യാവശ്യം എല്ലാ ഇൻഫർമേഷനും ഒതുങ്ങുന്ന ഒരു മീറ്റർ കൺസോൾ ആണിത്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ നമുക്ക് ഒരു സൈഡിൽ RPM ഉണ്ട്, മറ്റേ സൈഡിൽ സ്പീഡോമീറ്റർ ഉണ്ട്, പെട്രോൾ, ഇനി എത്ര കിലോമീറ്റർ ഓടും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലൗപങ്ക്തിന്റെ ഒരു ഇൻഫോടൈൻമെന്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ശരിക്കും i20 മാഗ്ന ഈ വേരിയന്റിൽ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം വരുന്നതല്ല, പക്ഷേ ഇത് നമുക്ക് കമ്പനി തന്നെ അവർ ചെയ്തു തരുന്നതാണ്. ബ്ലൗപങ്ക്തുമായിട്ട് അവർക്ക് എന്തോ ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അവരായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് തന്നതാണ്. ഇതിന്റെ ഈ ഒരു ഇൻഫോടൈൻമെന്റ് സിസ്റ്റവും പിന്നെ പിന്നിലെ ക്യാമറയും എല്ലാം കൂടി ഒരു സെറ്റായിട്ട് മേടിച്ചപ്പോൾ ഏകദേശം 15,000 റുപ്പീസോളം ഇവിടെ ആയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ AC വെന്റ് ഒക്കെ നോക്കി ഒരു ഹിഡൻ രീതിയിലൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. കാരണം ഈ ഒരു ലൈൻസ് ഇടയ്ക്കിടയ്ക്ക് ഒരു വെന്റ് വരുന്നത്, ഈ ഒരു ചെറിയൊരു നോബ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അവിടെ AC ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നമ്മുടെ AC കൺട്രോൾസ് ശരിക്കും ഇത് ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ എല്ലാം മാനുവലാണ്, ഓട്ടോമാറ്റിക് കൺട്രോൾസും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ C ടൈപ്പ് ചാർജിങ് പോർട്ട് 2 എണ്ണം, അതുപോലെ 12 വാട്ട് ചാർജിങ് ഒരു പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഗിയറിന്റെ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല സുന്ദരമായിട്ടുള്ള ഒരു ചെറിയ ഗിയർ ലിവറാണ് ഇതിന് വരുന്നത്. അങ്ങനെ കൂടുതലായിട്ടുള്ള ഒരു ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഗിയർ ലിവർ. അപ്പോൾ അതിന്റെ അവിടുന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം ഇതിന്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഈ ഗിയർ ലിവർ നമ്മൾ പുറകോട്ട് മാറ്റിയിട്ട് ഇത് ജസ്റ്റ് നമുക്ക് ഈ റൈറ്റ് സൈഡിലോട്ട് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ മാനുവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ശേഷം നമുക്ക് ഈ ഇവിടെ കാണുന്നില്ലേ പ്ലസും മൈനസും നമ്മൾ മേലോട്ടും താഴോട്ടും ആക്കി കഴിഞ്ഞാൽ മാനുവലി നമുക്ക് ഗിയർ ഇതിന്റെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അവിടുന്ന് തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഗിയറിലോട്ട്, അല്ലാതെ തന്നെ CVT ഗിയർ ബോക്സ് ആ രീതിയിലോട്ട് ഇത് മാറുകയും ചെയ്യും. അതുപോലെ നമുക്കിവിടെ നമ്മുടെ ബ്രേക്ക് ലിവറും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു കപ്പും ഒരു കുഴപ്പമില്ലാത്തൊരു വലിയ ബോട്ടിലും അവിടെ ഇരിക്കും. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റും വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് ഒരുപാട് സൈസ് ഉള്ളതല്ല, എന്നാലും ഫങ്ഷണലാണ്. ഇപ്പം നമ്മൾ സീറ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ അത്യാവശ്യം നമ്മളത് കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ലൈറ്റ്സിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇവിടെ നമുക്ക് ഓട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ വരുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റ് നമ്മൾ ഇരുട്ടനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വീണോളും. അപ്പോൾ ഇത്രയൊക്കെയാണ്
നമ്മുടെ ഡാഷ്ബോർഡിന്റെ ഫംഗ്ഷനാലിറ്റി വരുന്ന കാര്യങ്ങൾ. പിന്നെ ഈ സ്റ്റിയറിംഗ് വീല് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, പഴയ ഹ്യുണ്ടായി വെന്യൂവിന്റെ സ്റ്റിയറിംഗ് വീല് സിമിലർ ഡിസൈൻ ആണ് വരുന്നത്. ഏകദേശം ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഫ്ലാറ്റ് ബോട്ടം വന്നിട്ട് ഇങ്ങനെ 2 സ്പോക്ക് കൂടെ എക്സ്ട്രാ വരും. അപ്പോൾ അതിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ചെറിയ സ്റ്റിയറിംഗ് വീലാണ്. അതുകൊണ്ട് തന്നെ വണ്ടി, ഞാൻ പറഞ്ഞില്ലേ, വണ്ടി ഭയങ്കര നിമ്പിളാണ്. വണ്ടി ക്യുക്കായിട്ടുള്ള നമുക്ക് ചെറിയ ചെറിയ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. കാരണം പെട്ടെന്നൊന്ന് ഫ്ലിക്ക് ചെയ്തൊന്ന് വെട്ടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി ഭയങ്കരമായിട്ട് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യും, ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും, വെട്ടിച്ചോ എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണിത്. അപ്പൊ അത് സ്റ്റിയറിംഗ് വീലിന് ഒരുപാട് സൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്കും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അതാണ് അതിന്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടെ വരുന്ന കുറച്ച് കൺട്രോൾസ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ലൈറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് കാണാം. പിന്നെ ഇവിടെ ട്രാക്ഷൻ കൺട്രോളിന്റെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബേസ് വേരിയന്റ് ആണെങ്കിലും നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഡ്രൈവ് മോഡ് ഉണ്ട്. ഈ ഡ്രൈവ് മോഡിൽ 2 മോഡാണ് വരുന്നത്. അത് ഒന്ന് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന നോർമൽ മോഡും, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് മോഡ് ഉണ്ട്. ആ സ്പോർട്സ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടെ ഒന്ന് വണ്ടി ഒന്ന് ഇത്തിരി RPM കയറിയിട്ട് ഒന്ന് നമ്മളെ ഒരു പെർഫോമൻസ് ഫീലൊക്കെ നമുക്ക് തരും. അപ്പൊ നമുക്ക് ആ ഒരു കാര്യം നമുക്കിപ്പോൾ ഓടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ഗ്ലാസ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലൈറ്റ്സും ഇതൊക്കെ, ആ ലൈറ്റ് തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് അതിന്റെ ഒരു ലൈറ്റൊക്കെ കത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് അത്യാവശ്യം നല്ല ഫംഗ്ഷനായിട്ട് സൺറൂഫാണ്. ഒരുപാടങ്ങ് വലുതല്ല, എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു സെഗ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫംഗ്ഷനായിട്ട് സൺറൂഫാണ് വരുന്നത്. പിന്നെ ഇതിന് ഈ 1 ടച്ച് ഒരു ജസ്റ്റ് നമ്മുടെ ഈ ഹീറ്റ് ഡിസിപ്പേറ്റ് പോകാനായിട്ട് ഒരു 1 ടച്ച് ഒരു ഗ്ലാസ് ജസ്റ്റ് പുറയിൽ ഇങ്ങനെ റൈസ് ചെയ്യുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അത് നോർമലി ഒരു പെട്ട സൺറൂഫിനൊന്നും അങ്ങനെ കാണാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടായി, എനിക്ക് തോന്നുന്നു ബേസ് വേരിയന്റ് തൊട്ട് ആ ഒരു സൺറൂഫ് കൊടുക്കുന്നതിന് ഈ ഒരു ഫീച്ചറും കൂടെ അവർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സീറ്റിന്റെ കംഫർട്ടൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫുള്ളി നമുക്കൊരു ഫൈബർ പാർട്ടാണ്. ഒരു നല്ലൊരു പ്ലാസ്റ്റിക് ഫൈബറിന്റെ ഒരു എലമെന്റ്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബോട്ടിൽ ഹോൾഡ് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇതിന്റെ സ്പീക്കർ സിസ്റ്റം വരുന്നത് 4 സ്പീക്കർ സിസ്റ്റം ആണ്. അതുപോലെ തന്നെ ഇതിന്റെ എയർ ബാഗ്സ് 6 എയർ ബാഗ്സും ഇതിന് വരുന്നുണ്ട്. അതുകൊണ്ട് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. നമുക്ക് അത്യാവശ്യം ഇപ്പൊ പറയുന്നില്ല, സാധാരണ പണ്ടൊക്കെ ബേസ് വേരിയന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ലായിരുന്നു. പിന്നെ ഇപ്പൊ മാൻഡേറ്ററി ആയിട്ട് വരുന്നത് കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് തന്നെ കിട്ടും. അതൊരു എന്തായാലും നല്ലൊരു കാര്യമാണ്. ഓക്കെ. പിന്നെ സീറ്റിംഗ് കംഫർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫ്രണ്ട് സീറ്റിന്റെ അത്രയും ബക്കറ്റ് സീറ്റ് അല്ല, എന്നാലും നമുക്ക് ബാക്ക് സീറ്റിൽ ഇരിക്കുന്നവർക്ക് അത്യാവശ്യം നമുക്ക് ലോവർ ബാക്കും അല്ലെങ്കിൽ തൈ സപ്പോർട്ടും എല്ലാം കിട്ടുന്ന രീതിയിലുള്ള സീറ്റിംഗ് കംഫർട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ ലെഗ് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പേസ് നന്നായിട്ടുണ്ട്. പക്ഷേ ഈ ഫ്രണ്ടിലത്തെ സീറ്റ് അത്യാവശ്യം ലോവർ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാല് അതിന്റെ അടിയിലോട്ട് കയറ്റി വെക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ഒരു സ്ട്രെച്ച് ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് ഇത്രയേ ഉള്ളൂ, കാലിന്റെ സ്ട്രെച്ചബിലിറ്റി നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ അത് സീറ്റിന് വേറെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ശരിക്കും ഇതാണ് നമ്മുടെ നോർമൽ പൊസിഷൻ. ഇങ്ങനെ ഇരുന്ന് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അവിടുന്ന് നമുക്ക് അകത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റിയറിൽ ഒരു ലൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുകൊണ്ട് റിയർ AC വെന്റ് 2 ബേസ് വേരിയന്റിൽ തന്നെ കിട്ടുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മൊബൈൽ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. ഏറ്റവും താഴെയായിട്ട് ഒരു USB ചാർജിങ് പോർട്ടും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ സീറ്റിന്റെ ഒരു സൈഡിലെ സീറ്റിന് മാത്രമേ മാഗസിൻ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ഡോറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഡോർ കണ്ട പോലെ തന്നെ അതുപോലുള്ള കാര്യങ്ങളെ ഇവിടെ ഉള്ളൂ. പിന്നെ ഇവിടെ ഈ ഒരു ഹാൻഡിൽ അത് കുറച്ചുകൂടെ പതുക്കെ പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇത് ഇപ്പൊ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ പടയെന്ന് പറഞ്ഞിട്ട് പോയി അവിടെ തിരിച്ച് ലാൻഡ് ചെയ്യുന്നുണ്ട്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഹാൻഡിലിന്റെ സൈഡിൽ തന്നെ ഇവിടെ ഒരു ഹാങ്ങറും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളും ഒന്നും റിയറിൽ നമുക്ക് വരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഹെഡ് റെസ്റ്റ് ഒക്കെ വരുന്നത് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഫ്രണ്ടിലത്തെ സീറ്റുകൾക്ക് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത്രയൊക്കെയാണ് പിൻസീറ്റ് എന്നുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഡ്രൈവിംഗ് കംഫോർട്ടിലോട്ട് വരാം. ഡ്രൈവിംഗ് കംഫോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു വണ്ടി ഭയങ്കര നിമ്പിളാണ്. നിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്യുക്കായിട്ട് നമുക്ക് സ്റ്റിയറിംഗിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വണ്ടിയുടെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് കിട്ടും. കാരണം വണ്ടി ഒരുപാടങ്ങ് വലിയ വണ്ടിയല്ല, ചെറിയ വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ കൂടെ വേണമെങ്കിലും മാനുവർ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാം എന്നൊരു കോൺഫിഡൻസ് ശരിക്കും വണ്ടിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും ഇതിന്റെ ഒരു പവർ പറയുകയാണെന്നുണ്ടെങ്കിൽ 82 bhp പവറും 114 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 1.2 ലിറ്റർ എഞ്ചിനാണിത്. നോർമൽ ആസ്പിറേറ്റർ, ടർബോ എന്നല്ല, നോർമൽ എഞ്ചിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പെർഫോമൻസ് അത് കറക്റ്റ് ആയിട്ട് നമുക്ക് തരുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇതൊരു CVT ഗിയർ ബോക്സ് ഉള്ള എഞ്ചിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
സാധാരണ ഒരു CVT ഇതിൽ നിന്ന് കാണുന്നത് പോലെയുള്ള ഒരു ലാഗോ അങ്ങനെയുള്ളതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പൊ ഇത്രയും നേരം ഞാൻ ഓടിച്ചിട്ട് എനിക്ക് ശരിക്കും ഒരു എവിടെയെങ്കിലും ഒന്ന് ലേറ്റ് ആയി പോയി അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോൺസ് ലേറ്റ് ആയി അങ്ങനെയുള്ള ഒരു ഫീല് തോന്നുന്നില്ല. ഇൻലൈൻ ഓടിച്ചപ്പോൾ ഞാൻ അതിന്റെ റിവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ജസ്റ്റ് കാലൊന്ന് വെച്ചൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3000 RPM അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ വണ്ടി നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇത് അങ്ങനെയുള്ളതൊന്നുമില്ല. ഇത് 1.2 ലിറ്റർ നോർമൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒരു വളരെ ലീനിയർ ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പുള്ളിങ് ആണ് ഇതിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇപ്പൊ തുടങ്ങുമ്പോഴാണെങ്കിലും നമ്മൾ ആ ഒരു ആക്സിലേറ്റർ നന്നായിട്ടൊന്ന് പുഷ് ചെയ്യുമ്പോൾ വണ്ടി പതുക്കെ അവന്റെ ഒരു താളത്തിനകത്ത് കയറി വരുന്നു. എന്നാൽ ഡ്രൈവിങ്ങിൽ ബാക്കിയുള്ള സമയത്ത് ഇപ്പൊ ഒരു CVT എഞ്ചിന്റെ യാതൊരു രീതിയിലുള്ള ലാഗോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അത്യാവശ്യം ഷാർപ്പാണെന്ന് പറയാം ആക്സിലേറ്റർ, അത്യാവശ്യം നല്ല ഷാർപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റെസ്പോൺസിൽ യാതൊരു രീതിയിലുള്ള ലാഗും ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സസ്പെൻഷൻ ഇപ്പം അതിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഒരു ഫീല് ഇപ്പൊ ഈ പറഞ്ഞ പോലെ i20ക്ക് എല്ലാത്തിനും അത്യാവശ്യം നല്ല സസ്പെൻഷൻ ഉണ്ട്. കാരണം വണ്ടി തന്നെ വെയിറ്റ് ഉണ്ട്, ഏകദേശം 110 അടുത്ത് വെയിറ്റ് ഉള്ള വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഒതുക്കമുള്ള വണ്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത്യാവശ്യം വണ്ടിക്ക് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഈ പറയുന്ന പോലെ സസ്പെൻഷൻ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് എന്നല്ല, പക്ഷെ എന്നാലും ഒരുപാട് അങ്ങ് സ്റ്റിഫർ സൈഡും അല്ല. അപ്പൊ ഒരു നോർമൽ രീതിയിലുള്ള നല്ല ഡീസന്റ് ആയിട്ടുള്ള സസ്പെൻഷൻ നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ പോർട്ട് ഹോൾസും ഒന്നും അങ്ങനെ അറിയിക്കാത്ത രീതിയിലാണ് അതിന്റെ ശരിക്കും ഒരു സെറ്റിംഗ് വന്നേക്കുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ ഘടകമായിട്ട് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സീറ്റാണ്. സീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റ് സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് അത് ഞാൻ പറഞ്ഞില്ലേ, അതൊരു ഇപ്പം ഒരുപാട് പ്രീമിയം വണ്ടികളിലൊക്കെ ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള സീറ്റുകൾ നമുക്ക് കാണാൻ പറ്റുമായിരിക്കാം. പക്ഷേ ഇത് ശരിക്കും ബക്കറ്റ് സീറ്റിന്റെ ഈ ഒരു സീറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും ഒരു ചെറിയൊരു കുഴി പോലത്തെ ഒരു സെറ്റപ്പിലോട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ അതൊരു ഈ പറയുകയാണെങ്കിൽ തൈ സപ്പോർട്ടും ബാക്ക് സപ്പോർട്ടും ലോവർ ബാക്ക് സപ്പോർട്ടും എല്ലാം ഒരുപോലെ എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് അതിനകത്ത് ആ സ്ലോട്ടിൽ നമ്മളെ കൊണ്ട് ഇട്ട പോലെ ഒരു ഫീല് നമുക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ലോങ് പോകാനാണെന്നുണ്ടെങ്കിലും അല്ല ഇപ്പൊ സിറ്റി ട്രാഫിക്കിലാണെങ്കിലും നമുക്ക് ശരിക്കും ഒരു ഡിസ്കംഫോർട്ട് ഒട്ടും ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള സീറ്റ്സ് ഇതിനുണ്ട്. ഇത് മാത്രമല്ല, i20യുടെ എല്ലാ വേരിയന്റും ഞാൻ പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ഓടിച്ചതിന്റെ ഇത് എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും കംഫോർട്ടിന്റെ കാര്യത്തിൽ അവര് ഒരു രീതിയിലുള്ള കോംപ്രമൈസും അവർ ചെയ്തിട്ടില്ല. അടുത്തായി നമുക്ക് ഇതിന്റെ ബ്രേക്കിംഗ് നോക്കാം. ബ്രേക്കിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്രിസ്പി ആയിട്ടുള്ള ബ്രേക്കിംഗ് ഒന്നും അല്ല, ഒരുപാട് ഈ ഷാർപ്പ് ആയിട്ടുള്ള ബ്രേക്കിംഗ് അല്ല, കംഫർട്ടബിൾ ആയിട്ട് നല്ലൊരു ഡീസന്റ് സ്റ്റോപ്പിംഗ് പവർ ഉള്ള ഒരു ബ്രേക്കാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 16 ഞാൻ ടാപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഒരു 2 സെക്കൻഡ്സ് ഉള്ളിൽ വണ്ടി ഫുള്ളി കൺട്രോൾ വന്ന് കംപ്ലീറ്റ് സ്റ്റോപ്പായി. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് എനിക്ക് തോന്നുന്നു അത് വളരെ നല്ലൊരു ബ്രേക്കിംഗ് ആണ്. കാരണം വണ്ടിക്ക് വെയിറ്റ് ഉള്ള വണ്ടി കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് പവർ, ഡീസന്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് പവർ ഇതിനുണ്ട്. പിന്നെ ഈ 1.2 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഇനി എല്ലാവർക്കും അറിയാനുള്ള ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ മൈലേജ് എന്നുള്ളതായിരിക്കും. മൈലേജ് സിറ്റിയിൽ ഇത്തിരി കുറവാണ്. കാരണം ഏകദേശം 8-10 ഇതൊക്കെയാണ് അതിന്റെ മൈലേജ് കിട്ടുന്നതായിട്ട് പറയുന്നത്. പിന്നെ ഹൈവേ ഉള്ള മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പറയുന്നത് ഒരു 17 വരെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 17-15 അതൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓപ്പൺ ഹൈവേയിൽ. അപ്പൊ നോർമൽ കണ്ടീഷനിൽ നമുക്ക് സിറ്റി അല്ലെങ്കിൽ ഹൈവേ മിക്സ് അങ്ങനെയുള്ളൊരു രീതിയിലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എനിക്ക് തോന്നുന്നു നിയർലി ഒരു 13-14 നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതിനൊരു പെർഫോമൻസ് മോഡ് കൂടെ ഉണ്ട്. അതാണ് ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത്. അതായത് ശരിക്കും ഇതിന്റെ ഒരു സ്റ്റിയറിംഗിന്റെ സൈഡിലായിട്ട് ഡ്രൈവ് മോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പോർട്സ് മോഡിലോട്ട് ഇത് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം വണ്ടി നമുക്ക് എടുത്തു കഴിഞ്ഞാല് ശരിക്കും നിങ്ങൾക്കിപ്പോ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും, ഒറ്റ വലിയായിരുന്നു വണ്ടി. ആ ഒരു നമ്മൾ പറയത്തില്ലേ ഇത്രയും ഉള്ളിൽ അടക്കി പിടിച്ചിരുന്നോ എന്ന് നമുക്ക് തോന്നും, അതുപോലത്തെ ഒരു പെർഫോമൻസിലോട്ട് വണ്ടി കയറുന്നതാണ്. ആ ജസ്റ്റ് RPM ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒറ്റയടിക്കാണ് വണ്ടി 70 എത്തിയത്. അത് ശരിക്കും എൻലൈനിലെ ടർബോ എഞ്ചിൻ ലൈൻ ഏകദേശം ഒരു 1 ലിറ്റർ ടർബോയാണ്. പക്ഷെ അതേ സ്ഥാനത്ത് ഇതൊരു 1.2 ലിറ്റർ ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ സ്പോർട്സ് മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരു സ്വഭാവം ഒന്ന് മാറുന്നുണ്ട്. അപ്പൊ അതാണ് സ്പോർട്സ് മോഡിന്റെ ആ ഒരു പെർഫോമൻസ് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞത്.
ഇത്രയൊക്കെയാണ് ഹ്യുണ്ടായി i20 മാഗ്നയുടെ വിശേഷങ്ങൾ. ഇനി ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ എനിക്ക് മെസ്സേജ് ചെയ്താലും ഞാനുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഒരു കാറും അതിൻ്റെ വിശേഷങ്ങളുമായി കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം സൂട്ടോക്സ്.